ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷത്തിൻ്റെ തലക്കെട്ട് തന്നെ നമ്മളോട് പറയുക പാപിനിക്ക് മോചനം എന്നാണ്. സുവിശേഷകൻ ഒരു പേരോ ജാതിയോ മതമോ ഒന്നും വർണ്ണിക്കാതെ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന തലക്കെട്ടാണ് പാപിനി എന്ന തലക്കെട്ട്. ഈ പാപിനി എന്ന ആ സ്ത്രീ വിരൽ ചൂണ്ടുക നമ്മെ ഓരോരുത്തരെയുമാണ്. പാപത്തിൽ നിറഞ്ഞവർ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പാപത്തിൽ വീഴപ്പെട്ടവർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കാണ് ഈ പാപിനിയായ സ്ത്രീ വിരൽ ചൂണ്ടുക. ചുരുക്കം പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് സംസാരിക്കുക. നമ്മൾ ഈ പാപിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാവുന്ന ഒരു കാര്യമാണ്, ഇവളെന്തോ വലിയ പാപം ചെയ്ത ഒരുവളാണ്, അല്ലെങ്കിൽ ഇവൾ വലിയൊരു പാപിനിയാണ് എന്ന്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഖലീൽ ജിബ്രാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു ചെറിയ ചിന്തയുണ്ട്. ഖലീൽ ജിബ്രാന്റെ പുസ്തകമായ പ്രവാചകനിലൂടെ ഖലീൽ ജിബ്രാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ ആ വീഴ്ചയിലൂടെ അയാൾ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു വാചകമുണ്ട്: എൻ്റെ പിന്നാലെ വരുന്ന നിങ്ങൾക്കും ഇതുപോലൊരു വീഴ്ച വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന്. എൻ്റെ പിന്നാലെ വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ വീഴ്ച വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ തട്ടി വീണ ആ കല്ല് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിച്ച് വേണം എൻ്റെ പിന്നാലെ വരുവാനെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ വീഴ്ചകളെയൊക്കെ ഒരു ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവൻ്റെ വീഴ്ചകളും മറ്റുള്ളവൻ്റെ വേദനകളും മറ്റുള്ളവൻ്റെ ബലഹീനതകളും ഒക്കെ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ചർച്ചാ വിഷയമാണ്. നമ്മുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളുടെയും നമ്മുടെയൊക്കെ പല എഴുത്തുകളുടെയും ഒക്കെ ആധികാരികമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അന്തസത്ത എന്ന് പറയുക മറ്റുള്ളവൻ്റെ വേദനകളും മറ്റുള്ളവൻ്റെ വീഴ്ചകളും മറ്റുള്ളവൻ്റെ കുറവുകളും ഒക്കെ തന്നെയാണ്. അവിടെയാണ് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുക. അവനെയും ചേർത്ത് പിടിച്ച് അവനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവനെയും തൻ്റെ സ്വന്തമെന്ന് കരുതി ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? സാധിക്കണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. അതാണ് ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുക. ഇതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും വീഴും. വീഴ്ചകളിലൂടെ കടന്നു പോകുന്നവനാണ് മനുഷ്യൻ. പക്ഷേ ഈ വീഴ്ചകളിൽ തന്നെ നമ്മൾ ഒരിക്കലും ഒതുങ്ങി നിൽക്കരുത്. വീഴ്ചകൾക്കപ്പുറത്ത് നമ്മൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം നൽകുവാനായി വന്നിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അവൻ്റെ പക്കലേക്ക് ചെന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി കണ്ണീരോടുകൂടി അവൻ്റെ കാല് കഴുകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ വീഴ്ചകളിൽ പോലും നമ്മൾ അഹങ്കരിച്ച് കടന്നു പോകാറാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതിനപ്പുറത്തേക്ക് തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു ചെന്ന്, തമ്പുരാനെ, എനിക്ക് വീഴ്ച പറ്റിപ്പോയി, എനിക്ക് കുറവുകൾ പറ്റിപ്പോയി, ഞാൻ ബലഹീനനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടെങ്കിൽ 50-ാം വാക്യം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഈ ഒരു സമാധാനത്തിലേക്ക്, ഈ ഒരു കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. അതാണ് അവൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ സന്തോഷത്തിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലേക്കുമൊക്കെ ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതുപോലെ തന്നെ വീണ് കിടക്കുന്നവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിൻ്റെ കാൽക്കലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.